ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത് കണ്ട് ഹാളിലേക്ക് എത്തിയ ആതിര ദേഷ്യത്തോടെ അർച്ചനയുടെയും സന്ദീപിന്റെയും എല്ലാം അരികിലേക്ക് എത്തി. ആതിര എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, ഇവരോട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. കാരണം ഇവർക്ക് ലേശം പോലും ഉളുപ്പും നാണവുമില്ലാത്ത സ്ത്രീയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിനോടാണ്. കാരണം ഇവരോടൊപ്പം ചേർന്ന് എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനോട്. ഇനി ഇപ്പോ ഒരു കാര്യത്തിൽ എനിക്ക് തീരുമാനം അറിയണം. നിങ്ങൾക്ക് വലുത് ഇവരാണോ അതോ ഞാനാണോ എന്ന്. ഈ ഈ ഒരു നിമിഷം തന്നെ അതിനുള്ള മറുപടി എനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് പറയുമ്പോൾ ഉടനെ സന്ദീപ് പറഞ്ഞു, അതിരെ എന്ന് വിളിച്ചതും വേണ്ട, ഇനിയൊന്നും പറയണ്ട. ഉടനെ മീരെടുത്തി നോക്കിയിട്ട് അതിര് ചോദിച്ചു, എടുത്തി ഇവിടെ വന്നിരിക്കുന്നത് എന്നെ സഹായിക്കാനോ അതോ ഇവരെ സഹായിക്കാനോ? എന്റെ കണ്ണ് വെട്ടിച്ച് എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവരുടെ കയ്യിൽ കൊടുക്കാനാണോ എടുത്തി കുഞ്ഞിന് മരുന്ന് കൊടുക്കാനെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടതും മീര പറഞ്ഞു, അതിരെ നീ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കുഞ്ഞിന് ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണ്ടേ, അതിന് ആശയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആതിര ചോദിച്ചു, അതിന് ഇവര് തന്നെ കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? കുഞ്ഞിന്റെ അമ്മയായി ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ, എനിക്ക് കുഞ്ഞിന്റെ മരുന്ന് കൊടുത്തൂടെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ശബ്ദം ഉയർത്തിയുള്ള സംസാരം കേട്ടതും ഉടനെ തന്നെ ദേഷ്യത്തോടെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അവന്തിക താഴേക്ക് ഇറങ്ങി വന്നു. അവന്തിക താഴേക്ക് വന്നതോടെ സേതുമാധവനും റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ച് ആതിരയുടെ അരികിലേക്ക് എത്തി സേതുമാധവൻ കാര്യം അന്വേഷിച്ചു. ഉടനെ ആതിര പറഞ്ഞു, അച്ഛാ, ഞാൻ പലതവണ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെ ഇവരെടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന്. അച്ഛൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. എൻ്റെ ഭർത്താവിനെ കൊണ്ട് അതിന് കഴിവില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഇത് ആവശ്യപ്പെടുന്നത്. എൻ്റെ കുഞ്ഞിനെ ഈ സ്ത്രീ എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പലപ്പോഴും പറഞ്ഞു. എന്നിട്ടും എൻ്റെ ഭർത്താവ് അതിന് സമ്മതിക്കുന്നില്ല. അതിന് കൂട്ടുനിൽക്കുകയാണ് മീരയിടത്തിയും ശശിയേട്ടനും എല്ലാം സന്ദീപും ഒക്കെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സേതുമാധവനോട് ആതിര പരാതിപ്പെട്ടു. സേതുമാധവൻ അത് കേട്ടതും ഉടനെ അർച്ചനയെ വിളിച്ചു. മോളെ അർച്ചനയെ, ആതിരയ്ക്ക് അവളുടെ കുഞ്ഞിനെ നീ എടുക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മോളെ നീ കുഞ്ഞിനെ എടുക്കാൻ പോകുന്നത്? നീ കുഞ്ഞിനെ എടുക്കാതിരുന്നാൽ ഇവിടെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, തീർന്നില്ല അച്ഛാ, അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നതല്ല. കുഞ്ഞിനെ നിർത്താതെ കുഞ്ഞ് കരയുകയുണ്ടായി. കുഞ്ഞിന് അതുകൊണ്ട് 1 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. ആ മരുന്ന് കൊടുക്കുന്നത് അർച്ചനയെടുത്തിയാണ്. അപ്പൊ പിന്നെ അർച്ചനയെടുത്തിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാതെ പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ ആതിര ചോദിച്ചു, എന്റെ കുഞ്ഞിന് ഞാൻ മരുന്ന് കൊടുത്തോളാലോ, ഞാൻ കൊടുത്താൽ കുഞ്ഞിന് മരുന്ന് എനിക്കെന്താ കൊടുത്തൂടെ എന്ന് ചോദിച്ച് ആതിര ബഹളം വെച്ചു. ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് മരുന്ന് കൊടുക്കുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ ഈ സ്ത്രീ എടുക്കരുത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക എന്ന് പറഞ്ഞ് ആതിര ദേഷ്യത്തോടെ അർച്ചനയോട് പറഞ്ഞു, അതെ, ഇനി ഇതുപോലൊരു ആവർത്തനം ഉണ്ടായി, ഇനി ഇതുപോലൊരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നാൽ എൻ്റെ ചേച്ചി എന്നുള്ള ആ സ്ഥാനം ഞാൻ അങ്ങ് മറക്കും. എല്ലാം മറന്നിട്ടായിരിക്കും എൻ്റെ സംസാരവും പ്രവൃത്തിയും എന്ന് പറഞ്ഞ് അർച്ചനയുടെ അരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ ഇങ്ങതാ എന്ന് ആതിര ആവശ്യപ്പെട്ടു. കുഞ്ഞിനെ വാങ്ങിക്കാനായി ആതിര ഒരുങ്ങുമ്പോ മീരടുത്തി പറഞ്ഞു, ആതിരെ നീ പോയിക്കോ, കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അത് വേണ്ട, ഞാൻ മരുന്ന് കൊടുത്തോളാം, കുഞ്ഞിനെ ഇങ്ങിതാ എന്ന് പറഞ്ഞിട്ട് ആതിര കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോ മീരടുത്തി ആതിരയെ തള്ളി മാറ്റുന്നു. മാറി നിൽക്കങ്ങോട്ട്, കുഞ്ഞിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നറിയാവോ? കുഞ്ഞിന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. കുഞ്ഞിന് എന്തിനുള്ള മരുന്നാ കൊടുക്കുന്നത് നിനക്ക് അറിയുമോ? നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ത്രീക്ക് അതുകൂടി നീ അറിയണം എന്ന് മീരടുത്തി പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് ചോദിച്ചു, എടുത്തി എന്ന് സന്ദീപ് വിളിച്ചതും പെട്ടെന്ന് അർച്ചന പറഞ്ഞു, എടുത്തി വേണ്ട. അപ്പോഴേക്കും മീര പറഞ്ഞു, വേണ്ട അർച്ചനെ, അവൾ അറിയട്ടെ. അവൾക്ക് വേണ്ടി ഈ സഹായം നമ്മൾ ചെയ്യുമ്പോൾ വെറുതെ അവളുടെ വായിലിരിക്കുന്നത് നമ്മൾ എന്തിനാണ് കേൾക്കുന്നത്? അവൾ അറിയട്ടെ ആ സത്യം, അതല്ലേ നല്ലത്. അവൾക്ക് വേണ്ടി ഉപകാരം ചെയ്തിട്ട് ഈ പഴി മുഴുവൻ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ആതിരെ, അർച്ചനയുടെ കയ്യിലിരിക്കുന്ന ഈ നിന്റെ കുഞ്ഞ് ഒരു ഹാർട്ട് പേഷ്യന്റ് അർച്ചനെ, ആതിരെ എന്ന് ഉറക്കെ മീരെടുത്ത് വിളിച്ചു പറഞ്ഞു. നിന്റെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു കേട്ടതോടെ ആതിര അത് വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ നിന്നു. സേതുമാധവനും മറ്റെല്ലാവരും ആ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുന്ന നേരത്ത് മീരെടുത്തി പറഞ്ഞു, നിനക്ക് ഈ പറഞ്ഞത് കേട്ടിട്ട് വിശ്വാസമാവുന്നില്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനോട് തന്നെ ചോദിക്കേ. 1 മണിക്കൂർ ഇടവിട്ട് അതിനുള്ള മരുന്നാണ് അർച്ചന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുഞ്ഞ് നിർത്താതെ കരയുമ്പോ കുഞ്ഞിന്റെ ഹാർട്ടില് ഹോൾ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞിങ്ങനെ നിർത്താതെ കരയുന്നത്. അതിനുള്ള മരുന്ന് അർച്ചന കൊടുക്കുന്നത്. 1 മണിക്കൂർ ഇടവിട്ടാണ് ആ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ടാണ് ആ അർച്ചന ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത്. എന്നിട്ടും നിനക്കതൊന്നും മനസ്സിലാക്കാനോ? ആ അർച്ചനയെ ഏതു നേരവും പഴിചാരാനല്ലേ നിനക്ക് കഴിയുന്നുള്ളൂ. എപ്പോഴും അർച്ചന ചെയ്യുന്നതിനോടൊക്കെ നീ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്.
നിന്നോട് ഇക്കാര്യം മറച്ചു വെച്ച് അർച്ചനയാണ് ആ ഒരു രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എല്ലാം ചെയ്ത് തീർക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതിരെ ഇക്കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് നിനക്കത് താങ്ങാനാവില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സന്ദീപാണ് ഈ സത്യം തൽക്കാലം നിന്നോട് പറയണ്ട എന്ന് അറിയിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീരയിടത്തെയും അർച്ചനയും പൊട്ടിക്കരഞ്ഞുകൊണ്ടങ്ങനെ നിന്നു. എന്തായാലും അവൾക്ക് നിന്റെ വേദന കാണാൻ കഴിയില്ലല്ലോ അച്ചുവിന്. കാരണം ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു അമ്മയുടെ മക്കളല്ലേ എന്ന് മീരയിടത്തി ആതിരയെ നോക്കി പറഞ്ഞു. ആതിരെ, നീ ഓരോ കുത്തുവാക്കുകൾ നിന്റെ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ അനുജത്തി ആയതുകൊണ്ട് അവൾ അതെല്ലാം ശ്രമിക്കും. ഈ വീട്ടിൽ മറ്റാരവളെ കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്താലും അവൾക്ക് അതൊക്കെ വേദനിച്ചെന്ന് വരില്ല. പക്ഷേ നിന്റെ കുത്തുവാക്കുകൾ, നിന്റെ തള്ളിപ്പറച്ചിൽ, അതൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കിയിട്ടില്ല എന്നതാ സത്യം എന്ന് മീരയെടുത്തി അറിയിച്ചു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അതിരെ ഡോക്ടർ ഈ സത്യം പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ആകെ തകർന്നു പോയി. അപ്പോൾ എനിക്ക് ധൈര്യം തന്നത് ഏട്ടത്തിയാണ് ഇക്കാര്യം നിന്നോട് പറയണ്ട എന്ന് പറഞ്ഞത്. നിന്റെ മനസ്സുകൂടി വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും ഇതിനെല്ലാം ഒപ്പം സഹായിച്ചു നിൽക്കുന്ന ഏട്ടത്തിയെ നീ കുറ്റം പറയുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ പലതവണ നിന്നോട് സത്യങ്ങളെല്ലാം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ അതിന് തയ്യാറായിട്ടും ഞാനത് പറയാതിരുന്നത് അർച്ചനയെടുത്തി എന്നെ വിലക്കിയതുകൊണ്ട് മാത്രമാണ് എന്ന് സന്ദീപ് അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന ആതിരയുടെ അരികിലേക്ക് ചെന്നു. ഈ സമയം മീരയെടുത്തി പറഞ്ഞു, അച്ചു, ഇനി ആ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തേക്ക്. അവളെല്ലാം സത്യം അറിഞ്ഞല്ലോ. ഇനി അവള് തന്നെ കുഞ്ഞിന് മരുന്ന് കൊടുക്കോ എന്താണെങ്കിലും ചെയ്തോട്ടെ. അർച്ചനയുടെ കയ്യിലെത്തുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തും. അതുകൊണ്ടാണ് കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ അർച്ചനയുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇനിയും അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരും നിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നീ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇനി കൂടുതലൊന്നും പറയുന്നില്ല അതിരെ. നിന്റെ കുഞ്ഞിന്റെ അവസ്ഥ നീ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് പറഞ്ഞു കുഞ്ഞിനെ ആതിരയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ അർച്ചനയോട് പറഞ്ഞു. അർച്ചനെ ആ കുഞ്ഞിനെയും പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ മീരയുടെ വാക്കുകൾ കേട്ട് തകർന്ന മനസ്സുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആതിരയുടെ അരികിലേക്ക് എത്തി. അർച്ചന പറഞ്ഞു, മോളെ, നീ വിഷമിക്കാതെ. കുഞ്ഞിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 വയസ്സാകുമ്പോൾ ഒരു സർജറി ഉണ്ട്. അത് ചെയ്താൽ ഈ പ്രശ്നമില്ലാതാകും. പിന്നെ ഇനി സർജറി ചെയ്യാതെ തന്നെ ചിലപ്പോൾ 1 വർഷം ഈ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ മറികടക്കാനും മതി. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആതിരയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ചേച്ചിയോട് താൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് വിഷമത്തോടെ അർച്ചനയുടെ അരികിലേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചേച്ചിയുടെ തോളിൽ ചേർന്ന് താൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കും പോലെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ആതിര. ഈ കാഴ്ച കണ്ട് ഒട്ടും സഹിക്കാനാകാതെ കലിയോടെയും അമർഷത്തോടെയും നോക്കി നിൽക്കുകയാണ് അവന്തിക. അതിനുശേഷം അവന്തിക ഉടൻ തന്നെ ഈ വിവരം ധനുഷിനെ വിളിച്ച് അറിയിച്ചു. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ആ കൊച്ചിനുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പെട്ടെന്നൊരു കൂടിച്ചേരൽ ഉണ്ടായിപ്പോയത് എന്ന് അവന്തിക പറഞ്ഞത്. ധനുഷ് പറഞ്ഞു, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്നല്ല, ഇനി അത് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ പോലും അവർ തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുതായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നീ ഉണ്ടാക്കി വെക്കേണ്ടിയിരുന്നത്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവന്തികെ, ഇനി 2 പേരും കൂടി ഒന്നിച്ചായിരിക്കും നിനക്കെതിരെ പോരാടാൻ വരുന്നത്, നോക്കിക്കോ എന്ന് ധനുഷ് അവന്തികയോട് ഉപദേശിക്കുമ്പോൾ അർച്ചനയും ആതിരയും കൂടി ബാൽക്കണിക്കരികിലേക്ക് എത്തി അവന്തികയെ നോക്കുന്നു. അവന്തിക ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതോടെ 2 പേർക്കും കാര്യം മനസ്സിലായതുപോലെ നോക്കുമ്പോൾ അവന്തിക വേഗം തന്റെ ഫോൺ എടുത്ത് കോള് കട്ട് ചെയ്തു. ആ സമയം അവന്തിക ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന് ആരാണെന്ന് മനസ്സിലാക്കിയതുപോലെ ആതിരയും അർച്ചനയും അരികിലേക്ക് ചെന്നിട്ട് അർച്ചന ചോദിച്ചു, എന്തായി? ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവന്റെ കാലത്തിൽ എത്തിച്ചോ? എന്തു പറഞ്ഞു? ഇനി ഇവിടെ എങ്ങനെയോ നീക്കമാ നടത്തേണ്ടെന്നാ അവൻ ഉപദേശിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, ഏതവൻ? ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, ഓ ആണോ, ശരി. അല്ല, ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നത് കുറെ നാളായിട്ട് കാണുന്നില്ലല്ലോ, അതൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയാ ഞാനിപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേക്കും അവന്തിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോ അർച്ചന പറഞ്ഞു, ഇവളെന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ ഓരോന്നും ഓരോ സമയത്തും വന്ന് കുശുമ്പും ഗുനായ്മയുമായിട്ട് ആതിരയുടെ മനസ്സിൽ ഓതിക്കൊടുത്തതൊക്കെ കൃത്യമായി ഇവളെന്നോട് പറഞ്ഞു. പിന്നെ ഞാനതൊക്കെ മനസ്സിലാക്കിയിരുന്നു നേരത്തെ തന്നെ. എന്നിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങൾ 2 പേരും ഒരേ രക്തമാണെന്നത് കൊണ്ട് ഇങ്ങനെയൊരു പിണക്കം ഞങ്ങൾക്കിടയിൽ ഉണ്ടായാൽ തന്നെ അത് അധികം നാൾ നിലനിൽക്കില്ല എന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇനിയും
ചിലപ്പോൾ ഞങ്ങൾ അടിയുണ്ടാക്കിയെന്നിരിക്കും. ഞങ്ങൾ തമ്മിൽ അടി കൂടുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, ഞാനും ചേച്ചിയും അടി കൂടിയിട്ടുള്ളത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ ഇങ്ങനെ അടി കൂടേണ്ടി വന്നത് അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത അമർഷം തോന്നുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാണല്ലോ ഞാൻ എൻ്റെ ചേച്ചിയോട് വെറുതെ പോരടിക്കാനായിട്ട് പോയത്. അതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത്. ഇനി എന്താണെങ്കിലും നിങ്ങളുടെ വാക്കുകൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ തനിനിറം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആതിര സംസാരിച്ചങ്ങ് നിൽക്കുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു, വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അർച്ചന മുന്നേ നടക്കുമ്പോൾ ആതിര 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് വേഗം അർച്ചനയോട് പറഞ്ഞു, ചേച്ചി ഒന്ന് നിന്നേ. പെട്ടെന്ന് അർച്ചന പിന്തിരിഞ്ഞു നോക്കിയതും ആതിര വേഗം തന്നെ തിരിഞ്ഞു നിന്ന് അവന്തികയോട് പറഞ്ഞു, അതെ നിങ്ങളെ ചെയ്തൊക്കെ ഓർത്തപ്പോ എനിക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നിയില്ല. ഒന്നുകൂടി ഉണ്ട് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് ആതിര കൈ ഉയർത്തി അവന്തികയെ തല്ലാൻ ഒരുങ്ങിയതും പെട്ടെന്ന് അർച്ചന വിളിച്ചു, ആതിരെ വേണ്ട. ഉടനെ അവന്തിക ആകെ ഞെട്ടലോടെ നോക്കുമ്പോ അർച്ചന പറഞ്ഞു, വേണ്ട, അവര് ഒന്നും അല്ലെങ്കിലും നിന്റെ മൂത്ത ഏട്ടത്തിയല്ലേ. പിന്നെ അതുമല്ല ഇടയ്ക്ക് ഇവര് കാണിച്ചു കൂട്ടുന്നതിനൊക്കെയുള്ള ഡോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കാറുണ്ട്. ഇനി നിന്റെ കയ്യിൽ നിന്നും കൂടി അത് കിട്ടിയാ നീയും കൂടി അതൊരു ശീലമാക്കണ്ട. പിന്നെ എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് വെറുതെ വിട്ടേക്കാം. ഇവര് ചെയ്തു കൂട്ടിയ പ്രവൃത്തി കണ്ട നീ ഇത് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഏട്ടത്തിയായി പോയില്ലേ, തൽക്കാലം ആ ബഹുമാനം വെച്ച് നമുക്ക് വിട്ടേക്കാം എന്ന് അർച്ചന അറിയിച്ചു. ഉടനെ ആതിര പറഞ്ഞു, അതെ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളെ വെറുതെ വിടുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ വെറുതെ വിട്ടതിന്റെ പേരിൽ എനിക്ക് യാതൊരു വിഷമമൊന്നും തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഇതേ സാഹചര്യം ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള അവസ്ഥ ധാരാളമാണ്. അപ്പോ അന്ന് ഇനി ചേച്ചി പറഞ്ഞാൽ പോലും നിങ്ങൾക്കുള്ളത് ഞാൻ തന്നിരിക്കും, തീർച്ച. ഇനി എൻ്റെ ചേച്ചി എന്നെ അകറ്റാനോ നോക്കിയാ ഇതായിരിക്കില്ല എന്റെ മറുപടി, നോക്കിക്കോ എന്ന് പറഞ്ഞ് വാ ചേച്ചി എന്ന് പറഞ്ഞ് ആതിര അർച്ചനയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്തിക ആകെ നാണം കെട്ട് തല കുനിച്ചങ്ങനെ നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മീരടത്തിയുടെ അരികിലേക്ക് എത്തി അർച്ചനയും ആതിരയും. മീരടത്തിയോട് അർച്ചന ചോദിച്ചു, അല്ല ആവണിമോള് പോയോ ഏട്ടത്തി? അപ്പോഴേക്കും മീര പറഞ്ഞു, ആ അവള് പോയി. ഇവിടുന്ന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് വളരെ ദൂരെ കൂടുതലാണ് സ്കൂളിലേക്ക്. അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ആ വഴി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്ന് മീരടുത്തി അർച്ചനയോട് പറഞ്ഞു. ഇത് കേട്ടതും ആതിര പറഞ്ഞു, ആ അതെ ഏട്ടത്തി, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നാളെ തന്നെ ഏട്ടത്തി വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ. ഇത് കേട്ടപ്പോൾ ആതിരയോട് മീര ചോദിച്ചു, അതെന്താ അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ മീരയോട് ആതിര പറഞ്ഞു, അത് സാരയില്ല ഏട്ടത്തി, ഇവിടെ ഇപ്പൊ ഞാനും ചേച്ചിയും ഉണ്ടല്ലോ, ഞങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീരടുത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ വേണ്ട ആതിരേ, നിന്റെ ചേച്ചി അച്ചു മാത്രം മതി കുഞ്ഞിന്റെ കാര്യം നോക്കാനായിട്ട് എന്ന് പറഞ്ഞു. പിന്നെ 3-ാം പൊക്കം നിന്റെ തനി സ്വഭാവം വീണ്ടും നീ ഇറക്കരുത് എന്ന് പറഞ്ഞപ്പോ ആതിര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏട്ടത്തി, അത് ഉറപ്പാ എന്ന് പറഞ്ഞ് മീരയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഉടനെ അടുത്തിരിക്കുന്ന അച്ഛനയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ആതിര വെച്ചു കൊടുത്തു. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ശരിക്കും നോക്കാൻ അറിയാവുന്നത് എൻ്റെ ചേച്ചിക്ക് തന്നെയാണ്. അച്ചുചേച്ചി തന്നെ നോക്കിയാൽ മതി, അച്ചുചേച്ചി തന്നെ ഇവളെ വളർത്തിയാൽ മതി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അർച്ചനയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഇത് കണ്ടത് അപ്പുറത്ത് മാറി നിന്ന് അസൂയോടെ നോക്കുന്ന അവന്തിക മനസ്സിൽ പറഞ്ഞു, അങ്ങനെ ചേച്ചിയുടെ അനുജത്തിയുടെയും കൂടിച്ചേരലിന്റെ സന്തോഷം അങ്ങനെ ആസ്വദിക്കാൻ കൂടുതൽ സന്തോഷിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു സന്തോഷം ഞാൻ തന്നെ ഇല്ലാതാക്കിയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അത് നോക്കിയിരുന്നു. അതിനുശേഷം അർച്ചന കുഞ്ഞുമായി റൂമിലേക്ക് വന്ന് കുഞ്ഞിനെ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് പുറത്തുനിന്ന് ആതിര സന്തോഷിച്ചു. പിന്നീട് ആതിരയും അർച്ചനയുടെ അരികിലേക്ക് എത്തി. കുഞ്ഞിനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയ്ക്ക് അരികിൽ വന്ന് ആതിര അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചേച്ചിയും അനുജത്തിയും കൂടി കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതൊക്കെ കണ്ട് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന സച്ചി വാതിക്കൽ നിന്ന് നോക്കിക്കണ്ടു. അതിനുശേഷം സന്തോഷത്തോടെ സച്ചിയും അവരോടൊപ്പം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതിൽ പങ്കുചേർന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും അതിനെ കൂട്ടായിട്ട് അവർക്കൊപ്പം നിന്ന ആതിരയെ കണ്ടതോടെ അവന്തികയുടെ മനസ്സിൽ കൂടുതൽ ദുഷ്ടചിന്തകൾ ചേക്കേറി. അവന്തിക ഇനി എന്താണ് ഇവർക്കെതിരെ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴേക്കും സച്ചിയും അർച്ചനയും കൊച്ചിനെ കൊഞ്ചിക്കുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ആതിരയെ സച്ചി നോക്കി. അപ്പോഴാണ് അർച്ചന പറഞ്ഞത്, സച്ചിയേട്ടാ ഒന്നുകൂടി ശിവപുരത്ത് പോകണം. എൻ്റെ പ്രാർത്ഥനയുടെയും കണ്ണീരിന്റെയും ഫലമാണ് ആതിരയിലുണ്ടായ മാറ്റം. ഭഗവാനോട് അതിന് നന്ദി പറയണം എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു.
അപ്പോഴേക്കും ആതിര പറഞ്ഞു, ചേച്ചി ഇനി എൻ്റെ കുഞ്ഞ് ചേച്ചിയുടെ കുഞ്ഞ് തന്നെയാണ്. കുഞ്ഞ് വാവേ ഇതാ മോളുടെ അമ്മ എന്ന് പറഞ്ഞ്, ഇതും അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആതിര കുഞ്ഞിനെ അർച്ചനയെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തുന്നു. ഇതെല്ലാം കണ്ട് മാറി നിൽക്കുന്ന അവന്തിക മനസ്സിൽ പറഞ്ഞു, പല്ലവന്റെയും കുഞ്ഞിനെയാ ആതിരെ നീ നിന്റെ സ്വന്തം കുഞ്ഞായി താലോലിക്കുന്നതും കൊഞ്ചിക്കുന്നതും. എന്നാൽ നിന്റെ രക്തത്തിൽ പിറന്ന നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ ഒരിക്കലും കാണാനുള്ള യോഗം നിനക്കില്ല ആതിരെ. അതിനു വേണ്ടിയുള്ള കാര്യം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് തന്നെ അതിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ഇന്നത്തോടെ അതെല്ലാം ഞാൻ അവസാനിപ്പിക്കും എന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിച്ചു. പിന്നീട് ശിവരാമൻ റൂമിലിരുന്ന് കുഞ്ഞിനെ അരികിൽ ബെഡിൽ കിടത്തിയിട്ട് അതിനരികിൽ തന്നെ ഇരിക്കുന്നു. കുഞ്ഞ് ബെഡിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശിവരാമൻ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. എത്ര വലിയ പണം തരുന്ന വൃക്ഷമാണെങ്കിലും, എത്ര വലിയ കൽപ്പക വൃക്ഷമാണെങ്കിൽ പോലും, പണം കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും, അത് പെരയ്ക്ക് മീതെ വളർന്നാൽ അതിനെ കടക്കിൽ വെച്ച് വെട്ടണം. അതാണ് വേണ്ടത്. ശിവരാമന്റെ പെരയ്ക്ക് മീതെ വളരാൻ പോകുന്നതാണ് ആ കുഞ്ഞ്. അതുകൊണ്ട് അതിനെ കടക്കിൽ വെട്ടുക തന്നെയാണ് വേണ്ടതെന്നുള്ള അവന്തികയുടെ വാക്കുകൾ ശിവരാമന്റെ മനസ്സിനെ അലട്ടി. അതിനെന്താ പോംവഴിയെന്ന് ശിവരാമൻ ആലോചിച്ചു. ഉടൻ തന്നെ തൻ്റെ അടുത്ത് കിടക്കുന്ന ആ കുഞ്ഞിനെ നോക്കിയിട്ട് വളരെ പകയോടെ തൻ്റെ കയ്യിലിരുന്ന ആ പില്ലോ കയ്യിലായിട്ടെടുത്തു. ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച സമയത്താണല്ലോ തൻ്റെ ഭാര്യയെ തനിക്ക് നഷ്ടമായത് എന്ന കുറ്റബോധവും കൂടി ശിവരാമന്റെ മനസ്സിലേക്ക് കയറിയതോടെ ശിവരാമൻ ആകെ ദേഷ്യത്തിലാവുന്നു. അങ്ങനെ പകയോടെ ശിവരാമൻ തൻ്റെ അടുത്തുള്ള ആ പില്ലോ കയ്യിലെടുത്ത് അത് ആ കുഞ്ഞിന് നേരെ കുഞ്ഞിന്റെ മുഖത്തേക്ക് വെച്ച് അമർത്താനായി ആ പില്ലോയുമായി കുഞ്ഞിനരികിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെ ഇരുന്ന ഇന്ദുവിൻ്റെ മാല ചാർത്തിയ ആ ഫോട്ടോ അത് കണ്ട് ശിവരാമന്റെ മനസ്സ് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞു. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സ് വേദനിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ശിവരാമന്റെ മനസ്സിനെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിൻവലിച്ചു. അങ്ങനെ ശിവരാമനാകെ വിഷമത്തോടെ ഇന്ദുവിൻ്റെ കാര്യവും ഓർത്ത് സങ്കടത്തോടെ ആ കുഞ്ഞിനെ ഇനി എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നാലോചിച്ച് ശിവരാമൻ സങ്കടത്തോടെ ഇരുന്നു. അതിനുശേഷം ഉടൻ തന്നെ ശിവരാമൻ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തി. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഒന്ന് മാത്രമാണെന്ന് ശിവരാമൻ ഉറപ്പിച്ചു. അതിനുള്ള പോംവഴി എന്താണെന്ന് ശിവരാമൻ മനസ്സിൽ കണ്ട് വേഗം തന്നെ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശിവരാമൻ ആ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആ വീട് വിട്ടിറങ്ങി. ഇനി ഈ വീട്ടിലേക്കൊരു മടങ്ങി വരവ് തനിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കുഞ്ഞുമായി കുറച്ചു ദൂരം ശിവരാമൻ നടന്നു നീങ്ങി. പിന്നീട് ആ കുഞ്ഞിനെ ശിവരാമൻ വഴിയരികിലെ ഒരു കാടിന് അരികിലായിട്ട് ആ പുല്ലുകൾക്കിടയിലായിട്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ആരും താൻ ആ കുഞ്ഞിനെ അവിടെ ഇടുന്നത് കണ്ടില്ലെന്ന് ഉറപ്പ് വരുത്തി ശിവരാമൻ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞ് അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു നാടോടി അതുവഴിയെത്തി. ആ നാടോടി ആ കുഞ്ഞിനെ വേഗം കയ്യിലെടുത്തു. അവിടെ അടുത്ത് ആരെങ്കിലും ആ കുഞ്ഞിന്റെ ബന്ധുക്കളോ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കി. എങ്ങും തന്നെ ആരെയും കാണാത്തതുകൊണ്ട് വേഗം ആ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആ ഭിക്ഷാടകൻ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ഇതേ സമയം കുഞ്ഞിനെ കാണാനായിട്ട് ശിവരാമന്റെ വീട്ടിലേക്ക് എത്തിയ അർച്ചന അവിടെ വന്ന് നോക്കുമ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി എന്ന ആശങ്കയായി അർച്ചനയുടെ മനസ്സിൽ. അവിടെയെങ്ങും ആരെയും കാണാതായതോടെ ശിവരാമനും അവിടെ ഇല്ലെന്ന് ഉറപ്പായതോടെ അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ ആശങ്കകൾ അലട്ടി. ഉടൻ തന്നെ അർച്ചന എങ്ങനെ കുഞ്ഞിനെ കണ്ടെത്തും എന്നതിനെ കുറിച്ച് ആലോചിച്ചു. കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കായിരിക്കും ശിവരാമേട്ടൻ പോയിട്ടുണ്ടാവുക, എന്തായിരിക്കും ഉണ്ടാവുക എന്നെല്ലാം ആലോചിച്ച് അർച്ചനയുടെ മനസ്സാകെ അസ്വസ്ഥമായി. അർച്ചന തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയതും സച്ചി ഓഫീസ് വിട്ടു വന്നെത്തിയ സമയത്ത് അർച്ചന സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ ഞാൻ ഒന്ന് ശിവരാമേട്ടനെ വീട്ടിൽ ചെന്നിരുന്നു. അവിടെ ശിവരാമേട്ടനുമില്ല കുഞ്ഞുമില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവര് രണ്ടുപേരും ഇവിടെ കാണാനില്ല എന്നറിയിച്ചു. നമുക്ക് ഉടനെ തന്നെ അന്വേഷിക്കാമെന്ന് സച്ചി വാക്ക് നൽകി. പിന്നീട് അർച്ചന സമാധാനം തേടി നേരെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. കുഞ്ഞ് എവിടെ പോയെന്നറിയാതെ ആകെ നിരാശയായി. ഇന്ദു ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? ശിവരാമേട്ടൻ കുഞ്ഞിനെ ശരിക്കും ശ്രദ്ധിക്കുന്ന വ്യക്തിയല്ല. ആ നിലയ്ക്ക് കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടായോ? അങ്ങനെ 1000 സംശയങ്ങളും ആശങ്കകളും അർച്ചനയുടെ മനസ്സിനെ അലട്ടി. ഭഗവാന്റെ മുന്നിലെത്തി പ്രാർത്ഥനയോടെ അച്ഛൻ നിന്നു. അപ്പോഴാണ് ഭിക്ഷാടകന് തൻ്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ അയാൾ തൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നാളെ മുതൽ നീ ഈ കുഞ്ഞുമായിട്ട് വേണം ഭിക്ഷാടനത്തിന് ഇറങ്ങാനെന്ന് അവരോട് പറയുകയും ആ കുഞ്ഞുമായി
അവർ ഭർത്താവ് പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസം തന്നെ ഭിക്ഷാടനത്തിന് കുഞ്ഞിനെയും കയ്യിൽ കൂട്ടി പുറപ്പെട്ടു. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് സങ്കടമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ അർച്ചന വഴിയരികിൽ കുഞ്ഞുമായിട്ടിരിക്കുന്ന ആ നാടോടി സ്ത്രീയെ കണ്ടു. അവരെ കണ്ടതും അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് അർച്ചന തിരിച്ചറിഞ്ഞു. ഇത് ഇന്ദു ചേച്ചിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം അർച്ചന മനസ്സിലാക്കി. വേഗം തന്നെ അർച്ചന അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ഈ കുഞ്ഞിനെ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞതും അർച്ചന ആവശ്യപ്പെട്ടത് കേട്ടതോടെ ആ സ്ത്രീ വേഗം ചാടി എഴുന്നേറ്റു. മാറി നിൽക്കവിടെ എന്ന് പറഞ്ഞ് അർച്ചനയെ തള്ളി മാറ്റിയിട്ട് അവർ വേഗം വഴിയിലേക്ക് ഓടി. അതുവഴി വന്ന ഒരു ഓട്ടോയിൽ അർച്ചനയെ തള്ളി മാറ്റിയതിനു ശേഷം അവർ കയറിക്കൂടുന്നു. അങ്ങനെ ആ ഓട്ടോയിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അർച്ചന ആകെ നിരാശയോടെ അവർക്ക് പിന്നാലെ നിർത്ത് എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടുകൊണ്ട് അർച്ചന അവരെവിടേക്കാ പോയതെന്ന് കണ്ടെത്താനായി അവർക്ക് പിന്നാലെ ഓടാൻ ശ്രമിക്കുന്നു.